കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 51 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. നമുക്കറിയാം, സങ്കീർത്തന ഭാഗം 51 സങ്കീർത്തനം വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവരും തന്നെ കാണാതെ ചൊല്ലുന്നൊരു സങ്കീർത്തനമാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരു വാക്യം പോലും തെറ്റിപ്പോകാതെ ഈ 51 സങ്കീർത്തനം ചൊല്ലുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. സ്തോത്രം. അത് നമ്മുടെ മനസ്സിന് ആശ്വാസം തരുന്നതാണ്. ഇവിടെ ആ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, അവൻ ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്നാണ് പറയുന്നത്. തൻ്റെ തെറ്റൊന്ന് തിരുത്തി കൊടുക്കുന്നൊരു പ്രവാചകനെ മുന്നിൽ കണ്ടപ്പോൾ തൻ്റെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് പകരുന്നൊരനുഭവം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. ഒരു പ്രവാചകൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവരുടെ വായിൽ കൂടി ഈ വചനത്തിലൂടെ നമുക്ക് നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു ശുശ്രൂഷ നമുക്ക് കയറുവാൻ പറ്റിയാൽ, ആ ശുശ്രൂഷയിൽ നിന്ന് പങ്കുചേരാൻ പറ്റിയാൽ നമ്മുടെയൊക്കെ മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കും, ഇല്ലയോ? നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ കിട്ടുന്നൊരു അനുഭവം. കർത്താവിലേക്ക് മാത്രം നോക്കിയാൽ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി കർത്താവേ, എന്നോട് ക്ഷമിക്കണേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും കടന്നു വരും. ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യേകമായിട്ട് ദൂതപുത്രനെ കുറിച്ച് അവിടെ നമ്മൾ കേൾക്കുമ്പോൾ അപ്പൻ്റെ അരികിൽ വന്ന് പറയുവാനുള്ള കാര്യം മനസ്സിൽ കൂട്ടിക്കൊണ്ട് വന്നു. അവനെ കണ്ടാൽ പറയും, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന് പറയാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ വേലക്കാരൻ ഒരാളായി എന്നെ, ഓ ദൈവത്തിന് സ്തോത്രം, എന്നെ കരുതണമേ എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു വന്നെങ്കിലും അത് പറയുന്നതിന് മുമ്പ് അപ്പൻ ഇറങ്ങി വരുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പൻ ഇറങ്ങി വന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. അത് അപ്പൻ്റെ വാത്സല്യമാണ്. മകൻ്റെ മനസ്സിലെ പശ്ചാത്താപം കൊണ്ട് തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്ന മകൻ എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളതും ആ മുഖഭാവം കണ്ടാൽ സ്നേഹിക്കുന്ന ഒരപ്പന് മനസ്സിലാക്കാൻ പറ്റും. അപ്പനത് മകൻ്റെ വായിൽ നിന്നത് കേൾക്കാൻ ആഗ്രഹിച്ചില്ല. അതിനേക്കാൾ അപ്പുറത്ത് ആ വരവ്, ആ മടങ്ങി വരവ് അപ്പൻ ആഗ്രഹിക്കുകയായിരുന്നു. തൻ്റെ കുഞ്ഞ് തീർച്ചയായിട്ടും മടങ്ങി വരും. ഹല്ലേലൂയ, സ്തോത്രം. മടങ്ങി വന്നാൽ അവനെ കൊണ്ടത് പറയിപ്പിച്ചിട്ടേ ഞാൻ കയറ്റിക്കൊള്ളൂ എൻ്റെ വീട്ടിലേക്ക് എന്നൊരു വെല്ലുവിളിയൊന്നും ഉണ്ടായിരുന്നില്ല. ദൂരത്ത് നിന്ന് മകനെ കണ്ട് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപമില്ലാത്തവനായി പിറന്നത് എൻ്റെ യേശു കർത്താവ്. ആ കർത്താവ് നമ്മളെ എല്ലാവരെയും, പാപികളായിട്ടുള്ള നമ്മളെ തേടി വന്ന് നമ്മളെ ആ മാറോട് ചേർത്ത് ദൈവരാജ്യത്തിന് യോഗ്യരാക്കി നമ്മളെ തീർത്ത ആ വലിയ സ്നേഹം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതേ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ സ്നേഹമത്രേ, ഈ ദൈവത്തിൻ്റെ കൃപയത്രേ, ഈ കർത്താവിൻ്റെ മഹത്വം ഏറിയ ആ നാമത്തെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ നമുക്കറിയാലോ ദൈവമക്കളെ, യോർദാൻ നദി തീരത്തും വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ നിന്ന് വളരെ മനോഹരമായിട്ട് പ്രസംഗിച്ചല്ലോ. ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രസംഗം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുകയും. സ്തോത്രം. മാനസാന്തരപ്പെടുത്തുന്ന മനോഹരമായ ആ പ്രസംഗം കേട്ടപ്പോൾ ചുങ്കക്കാരും വേശ്യമാരും ഒക്കെ തങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൽ 1-ാം സ്ഥാനത്ത് എത്തിയല്ലോ. ആമേൻ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒന്നും മടങ്ങി വരുന്നൊരു മനസ്സ്, അത് മാത്രമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ തൻ്റെ തെറ്റ് താൻ മൂടി വയ്ക്കാതെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ആമേ, സ്തോത്രം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പിഴകളെയും നമുക്ക് ഏറ്റുപറയാൻ ഈ സമയത്ത് കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. അനുതപിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ഓഹരി, ഒരു പ്രവേശനം നമുക്കായി ദൈവം വെച്ചിരിക്കുന്നു.
വിളിച്ചവൻ വിശ്വസ്തന, വഴിക്കിട്ടിട്ട് പോകത്തില്ല. നമ്മളെ കാത്തു നിൽക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവമക്കളെ നഷ്ടപ്പെട്ട താലന്തുകൾ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ, സത്യം ചെയ്ത നിന്റെ പണ്ടത്തെ കൃപകൾ എവിടെ എന്നാൽ ആ വാക്യത്തെ കേൾക്കുമ്പോൾ ദൈവമക്കളെ, ആദ്യകാലങ്ങളിൽ നന്നായി പാടുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ, സാക്ഷ്യം പറയുന്നവർ എന്തേ ഇപ്പം മൗനം ഭജിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, അറിഞ്ഞുമറിയാതെ വന്നു പോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഒരു കുറവ് പോലും കണക്കിലെടുക്കാതെ നമ്മളെ അമാരോട് ചേർത്ത് സ്നേഹിക്കുന്ന ദൈവം നമ്മളെ വീണ്ടെടുത്ത് അനുഗ്രഹിക്കപ്പെടുന്നൊരു സാക്ഷിക്കായി കർത്താവ് എടുത്ത് ഉപയോഗിക്കുമല്ലോ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കരുതോ, എൻ്റെ കർത്താവെ, നിന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണേ. അങ്ങനെ മനോഹരമായൊരു സാക്ഷിക്കായി കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്കറിയാലോ ദൈവമക്കളെ, മഗ്ദലക്കാരത്തി മറിയ, ലോകം ഇന്നും പറയുമ്പോൾ നമ്മൾ വായിക്കുമ്പോഴും ഭാവിയ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു. മഗ്ദലക്കാരത്തി മറിയ നമ്മൾ നോക്കിയാൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് ചെന്ന നിമിഷം അവൾ പാപമോചനം പ്രാപിച്ചു. സ്തോത്ര, ഹല്ലേലൂയ. പാപമോചനം കൊടുത്തുകൊണ്ട് എൻ്റെ യേശു അവളോട് പറഞ്ഞു, ഇനിമേൽ നീ പാപം ചെയ്യരുതെന്ന്. കാരണമുണ്ട് ദൈവമക്കളെ, വലിയ ശുശ്രൂഷയ്ക്ക് ദൈവം ഒരുക്കുകയായിരുന്നു. ഗ്ലോറി. ലോകത്തിൻ്റെ കണ്ണിൽ മഹാഭാവിയ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് ചെല്ലുമ്പോൾ വലിയ ശുശ്രൂഷയ്ക്കാണ് ഒരുക്കുന്നത്. എന്ന് വെച്ചാൽ ക്രൈസ്തവ ലോകത്തിന് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഏറ്റവും വലിയ ആദ്യത്തെ സുവിശേഷ പ്രവർത്തക മഗ്ദലക്കാരത്തി മറിയായിരുന്നില്ലേ? ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരുന്നൊരു മനസ്സ് മാത്രം മതി ദൈവമക്കളെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. മാർത്തയെക്കുറിച്ച് നോക്കിയാൽ എല്ലാവരും പെട്ടെന്ന് ഓർക്കുന്ന വെറുപ്പുകാരി എന്നാണ്. പക്ഷേ മാർത്തയോട് ഒരു വലിയ സത്യം, അവളെയാണ് പ്രമാണ പുസ്തകങ്ങളിൽ കുറിച്ചു വെച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. ആ ഒരു സത്യം ഇതാ അവള് നേർക്ക് നേരെ കേൾക്കുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ശമരിയ സ്ത്രീയോട് യേശു കർത്താവ് ഒരല്പസമയം അവൾക്കും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ഇടവന്നപ്പോൾ തൻ്റെ കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ദൈവമക്കളെ, യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ലൊരു ശുശ്രൂഷ അവൾക്ക് ലഭിക്കുകയായിരുന്നു. ശമരിയ പട്ടണത്തിൽ ചെന്ന് വിളിച്ചു പറയുന്നത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വിളിച്ചു പറയുവാൻ കാരണം എന്ത്? മിശിഹാ വരുമെന്ന് എല്ലാവരും കാത്തിരിക്കുന്നു. പ്രമാണ പുസ്തകങ്ങളിൽ എല്ലാവരും കുറിച്ചു വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്നു, എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് മാത്രമാണ് പറഞ്ഞത്, ഞാൻ തന്നെ മശിഹയാകുന്നുവെന്ന്. അപ്പോൾ ദൈവമക്കളെ, എത്ര വലിയ മനോഹരമായ ശുശ്രൂഷയാണ് അവർക്ക് പിന്നീട് കിട്ടിയത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നേക്കുമായി അറിഞ്ഞു പറയാതെയും ചെയ്തു പോയ സകല പാവങ്ങളെയും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു കർത്താവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷകൻ ആയിത്തീരുവാൻ എൻ്റെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് തമ്പുരാൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന വചനത്തെ അടിയൻ ഓർത്തുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനസ്സ് തുറന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവേ സ്തോത്രം. ആന്തരിക മുറിവിനെ സൗഖ്യമാക്കുന്ന ദൈവമേ, അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കണമേ. അവിടുന്ന് കരുണ തോന്നണമേ, അവിടുന്ന് മനസ്സലിയണമേ. നല്ലൊരു സാക്ഷിക്ക് ഒരുക്കണ കർത്താവേ. അതേ വിശേഷതയേറിയ സാക്ഷ്യമുള്ള മക്കളായി തീരുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണേ. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നൊരു സാക്ഷിയായി തീരുവാൻ പ്രിയപ്പെട്ട മക്കളെ ദൈവം ഒരുക്കണമേ. അറിഞ്ഞു അറിയാതെയും ചെയ്തു പോയ എല്ലാ പിഴകളെയും കർത്താവെ സകല ജനത്തോടും ദൈവം ക്ഷമിക്കേണ്ടതിനടിയൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ മഹാപാപത്തെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രിയൻ്റെ വരവിൻ്റെ നാളിൽ ആ ഭക്തികൾ 5 കന്യകമാരെ പോലെ വിളക്കിൽ എണ്ണയും ഒഴിച്ച് കാത്തിരിക്കുന്ന മക്കളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.